പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത മനുഷ്യൻ അദ്ദേഹത്തിന്റെ അന്ത്യം മോശമായ നിലയിലാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. കാലഘട്ടം മുന്നോട്ട് പോകും തോറും ഫിത്നകളും ഫസാദുകളും ഒക്കെ വർദ്ധിക്കും. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറാകും, നേരെ തിരിച്ചുമൊക്കെയാകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് ഇസ്ലാമും ഈമാനും ഈ ആദർശവും ഒക്കെ എന്ന് പറയുന്നത്. അത് കൃത്യമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, കടപ്പാടാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഖതീബുമാർ നമ്മളോട് പറയാറുണ്ട്, പരിശുദ്ധ ഖുർആനിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുവാൻ ഇടവരരുത് എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥമായ വിശ്വാസവും ആദർശവും ഒക്കെ സ്വീകരിക്കുവാൻ അവസരം ലഭിച്ചിട്ട് പല കാരണങ്ങളാൽ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയേക്കാം. അതിൽ ചിലരെ ഭൗതിക താല്പര്യങ്ങൾ പിടികൂടിക്കൊണ്ട് അധികാരത്തിന് വേണ്ടി, തന്റെ മഈശത്തിന് വേണ്ടിയൊക്കെ യഥാർത്ഥ ആദർശത്തെ മാറ്റിവെക്കുന്നവരുണ്ട്. ചിലവർ അറിവില്ലാത്തതിന്റെ പേരിൽ, പഠിക്കാത്തതിന്റെ പേരിൽ, മനസ്സിലാക്കാത്തതിന്റെ പേരിലൊക്കെ ശരിയായ ആദർശത്തിന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ യഥാർത്ഥ ദീനിൽ ഉറച്ചു നിൽക്കുക, യഥാർത്ഥ ആദർശത്തിൽ മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ദീനിൽ, ആദർശത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മുടെ ഭാഗത്തു നിന്നൊരു വലിയ പരിശ്രമം അത്യാവശ്യമാണ്. മഹാന്മാരായ പ്രവാചകന്മാർ പോലും ഈ ഒരു ആദർശത്തിലും അതുപോലെ തന്നെ വിശ്വാസത്തിലുമൊക്കെ ഉറച്ചു നിൽക്കുവാനും സബാത്ത് ലഭിക്കുവാനും ഈമാനോടുകൂടിയുള്ള, ഇസ്ലാമോടുകൂടിയുള്ള മരണത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സൂറത്ത് യൂസുഫിൽ കാണാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദി അൻത വലി ഫിദ് ദുനിയ വൽ ആഖിറഹ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബേ, എന്നെ നീ മുസ്ലിമായിപ്പിട്ട് മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന്. അപ്പൊ മുസ്ലിമായിട്ട് ജീവിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി നമ്മുടെ ഭാഗത്ത് വലിയ പരിശ്രമം ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, സബാത്ത് ലഭിക്കുവാൻ, വിശ്വാസത്തിലും ആദർശത്തിലുമൊക്കെ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുവാൻ, സ്ഥിരത ലഭിക്കുവാൻ, സബാത്ത് ലഭിക്കുവാൻ കാരണമായി തീർന്ന ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിനെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കേട്ടതുപോലെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, വഹി ലഭിച്ച മഅസൂമായ ആ പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്നുള്ളത്. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളൊക്കെ പഠിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രവാചകൻ കൂടുതലായി പ്രാർത്ഥിക്കാറുണ്ട്. അത് കേട്ടപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് നിങ്ങൾ ഈ പ്രാർത്ഥന കൂടുതലായി ആവർത്തിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്? വിശ്വാസം വിശദീകരിച്ചു കൊടുത്തു, മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹു കൈഫ യശാ. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആ ഹൃദയങ്ങളെ മാറ്റിമറിക്കും. അതുകൊണ്ട് അവന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാൻ തൗഫീഖിനായി അടിമ അള്ളാഹുവിനോട് കൂടുതലായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബിനോട്
ആ ഹൃദയത്തെ അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താനായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഖൽബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇളകിമറിയുന്നത്, ഒരേ അവസ്ഥയിൽ ഉറച്ചു നിൽക്കാത്തത് എന്നാണ്. ചിലപ്പോ തോന്നും നന്നാവണമെന്ന്, ക്ലാസ്സിനൊക്കെ പോകണം, മറ്റു ചിലപ്പോ അതിലൊന്നും വലിയ കാര്യമില്ല, അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല എന്നും അതേ മനസ്സിൽ തന്നെ തോന്നും. അതാണ് മനസ്സിന്റെ പ്രത്യേകത. ഒരേ നിലപാടിൽ, ഒരേ കാഴ്ചപ്പാടും അത് ഒരേ അവസ്ഥയിലും ഉറച്ചു നിൽക്കാത്ത ഒരവസ്ഥ ഹൃദയത്തിന്റെ പ്രത്യേകതയാണ്. വമാ സുമ്മിയൽ ഇൻസാനു ഇല്ലാ ലിനിസ്യാനിഹി വലൽ ഖൽബു ഇല്ലാ ലിഅന്നഹു യതഖല്ലബു എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ ഇൻസാൻ എന്ന പേര് വരാനുള്ള കാരണം തന്നെ അവൻ മറക്കുന്നവനാണ്, മറവി അവന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൃദയത്തിന് ഖൽബെന്ന് പേര് വരാനുള്ള കാരണം ഇല്ലാ ലിഅന്നഹു യതഖല്ലബു, അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് ആദർശത്തിലും ദീനിലുമൊക്കെ സ്ഥിരത ലഭിക്കുവാൻ, ഉറച്ച് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് ലഭിക്കുവാനായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അല്ലാഹു കലിമത്തുൻ ത്വയ്യിബയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ ഉപമിച്ചിട്ടുള്ളത് നല്ലൊരു മരത്തെ കൊണ്ടാണ്. അസ്ലുഹാ സാബിതുൻ, അതിന്റെ അടിഭാഗം ഉറച്ചതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശാഖകൾ, ശിഖരങ്ങൾ ആകാശത്തിൽ വിശാലമായി കിടക്കുകയാണ്. ആ രൂപത്തിൽ തൗഹീദുള്ള ആളുകൾക്ക് അല്ലാഹു സ്ഥിരത നൽകുമെന്നാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. വിശ്വസിച്ചവരെ അല്ലാഹു ബിൽ ഖൗലി സാബിതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലു സാബിത്ത് കൊണ്ട് അല്ലാഹു അവർ ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള തഅല്ലുമുൽ ഇൽമു ശർഈ, മതപരമായ അറിവുകൾ നേടുക, പഠിക്കുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രഭാഷണ പരിപാടികളൊക്കെ അത്തരത്തിൽ ഇൽമുകൾ നേടിയെടുക്കുവാനുള്ളതാണ്. പലപ്പോഴും പലർക്കും ഹഖ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ കാരണം പഠിച്ചില്ല എന്നുള്ളതാണ്. എന്താണ് ഭൗതികം അഭൗതികമെന്ന് മുജാഹിദ് ഇതുവരെ മനസ്സിലാക്കാത്തവർക്ക് ഇപ്പോഴും നട്ടം തിരിയുകയാണ്. എന്താണ് കാര്യകാരണം എന്തെന്ന് അറിയാത്തവർ ഇപ്പോഴും മുജാഹിദ് കൂട്ടത്തിലുണ്ട്. അവർക്കിപ്പോഴും ശരിയുടെ വശത്ത് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല. അതിനൊക്കെ കാരണമായത് അറിവ് നേടിയില്ല, പഠിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കും, സബാത്ത് ലഭിക്കുവാൻ നമ്മൾ ഇൽമിയ സദസ്സുകളിൽ പങ്കെടുക്കണം, അറിവ് നേടണം, കരസ്ഥമാക്കണം. ഇത്തരത്തിലുള്ള പ്രഭാഷണ പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ നടക്കാറുണ്ട്. മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും അതിനെ അടുത്തറിയുകയും അതിന്റെ സഹചാരികളാവുകയും അതിനെ മാനസികമായും എല്ലാ നിലക്കും അതിനെ സഹായിക്കണം, സഹകരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാൻ ബഹുമാനായ മൗലവിയുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും യഥാർത്ഥ ആദർശത്തിൽ ഉറച്ചു നിൽക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം മൗലവിയെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى
آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ സാമ്പത്തിക മേഖലയിൽ, കുടുംബജീവിതത്തിൽ, മറ്റു എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ ബറക്കത്ത് അവൻ ധാരാളമായി നമ്മിൽ വർഷിക്കുമാറാവട്ടെ. ആമീൻ. ജീവിതത്തിലെ എല്ലാ മേഖലയും അല്ലാഹു തആല അവന്റെ കൽപ്പനാനിർദ്ദേശങ്ങളെ പാലിക്കുന്ന മുത്തഖീകൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനും റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം ലഭിക്കുവാനും സാധുക്കളായ ദുർബലന്മാരായി നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് ഏതാണ്ട് അടുക്കുകയാണ് നമ്മളൊക്കെ. മുൻഗാമികളായ അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ റമദാൻ അടുത്തു വരുന്തോറും അതിലേക്ക് ആവേശം കാണിക്കുകയും ആ റമദാനിലേക്ക് എത്തിക്കുവാനായി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാനാണ്. വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും മഹത്വമേറിയ സന്ദർഭമാണ് റമദാൻ. അതിലെ ഓരോ നിമിഷവും മഹത്വമാണ്, പുണ്യമാണ്. അതുകൊണ്ട് തന്നെ ആ റമദാനിനെ കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമായി നമ്മുടെ ഈമാനിന്റെ ഭാഗം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം റമദാനിലേക്ക് പ്രവേശിക്കുവാനും അതിനെ ഉപയോഗപ്പെടുത്തുവാനുമുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ആദർശവുമായി ബന്ധപ്പെട്ട് അജയ്യമായ ആദർശം എന്ന വിഷയത്തിൽ ഊന്നിയാണ് ഈ 3 ദിവസത്തെ പ്രോഗ്രാമിൽ ഇന്ന് സംസാരിക്കുവാനായി സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം അല്ലാഹു തആല സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം എന്നത് ഒരു വലിയ വൃക്ഷത്തോട് ഭൂമിക്കയാണ് എങ്കിൽ അതിന്റെ അടിവേരാണ് അതിന്റെ വിശ്വാസ മേഖല. ഒരു കെട്ടിടമാണ് ഇസ്ലാമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷനാണ്, അടിത്തറയാണ് അതിന്റെ വിശ്വാസ മേഖലകൾ. ഒരു മനുഷ്യനോട്, ജീവിയോട് ഇസ്ലാമിന് ഉപയോഗിക്കുകയാണ് എങ്കിൽ അവന്റെ ജീവനാണ്, ഇസ്ലാമിന്റെ ജീവനാണ് വിശ്വാസ മേഖലകൾ. മറ്റേതു രംഗത്തും തകരാറുകൾ സംഭവിച്ചാലും ഒരുപക്ഷെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹ്വായ ഫള് കൊണ്ട് അവൻ മഗ്ഫിറത്ത് നൽകിയേക്കാം. അല്ല, വിശ്വാസത്തിൽ തകരാറുകൾ സംഭവിക്കുന്നുവെങ്കിൽ അതങ്ങനെ സ്വാഭാവികമായി പുറത്തു പോകുന്ന കാര്യമല്ല എന്നു മാത്രമല്ല, ബാക്കി എല്ലാ അമലുകളും ബാത്തിലായി പോകാൻ, എല്ലാം തകർന്നടിയാൻ അത് നിമിത്തമായി മാറുകയും ചെയ്യും. അടിത്തറ തകർന്നാൽ എത്ര വലിയ ബഹുനില കെട്ടിടമാണെങ്കിലും അത് തകർന്ന് വീഴുമല്ലോ. അടിവേര് തകരാറിലായ പൊട്ടിപ്പോയാൽ എത്ര വലിയ വൃക്ഷമാണെങ്കിലും അത് ഉണങ്ങി കടപുഴകി താഴെ വീഴുമെന്നത് തീർച്ചയാണ്. എത്ര ആരോഗ്യമുള്ള മനുഷ്യരാണെങ്കിലും ജീവൻ നഷ്ടമായാൽ അതോടുകൂടി ബാക്കിയെല്ലാം പിന്നെ പ്രയോജനമില്ലാതായി മാറി, എല്ലാം നിഷ്ഫലമായി മാറി. പിന്നീട് ആ ശരീരം കൊണ്ടുപോയി മണ്ണിൽ മറവ് ചെയ്യാനല്ലാതെ മറ്റൊന്നിനും പര്യാപ്തമല്ല എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിന്റെ അടിത്തറയാണ്, ഇസ്ലാമിന്റെ അടിവേരാണ്, ഇസ്ലാമിന്റെ ജീവനാണ് വിശ്വാസ മേഖല. തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആദർശമെന്നാണ് പ്രവാചകന്റെ വചനങ്ങളും വിശുദ്ധ ഖുർആനും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും ഏറ്റവും അടിസ്ഥാനമായി പരിചയപ്പെടുത്തിയത് പടച്ച റബ്ബിനെയാണ്. അവനെ മാത്രം ആരാധിക്കണമെന്ന, അവനല്ലാതെ ഇലാഹില്ല എന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ആദ്യമായും പ്രധാനമായും പ്രബോധനം ചെയ്തത്. നിമിതങ്ങൾ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു
അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന വചനമാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ആരാധ്യനില്ല. വഹ്ദഹു അവൻ ഏകനാണ്. ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, യാതൊരു പങ്കുകാരുമില്ല. റബ്ബുമായി കടപിടിക്കുന്ന, അവനുമായി തുല്യമാകുന്ന, അവനുമായി ഏതെങ്കിലും അർത്ഥത്തിൽ സാദൃശ്യപ്പെടുന്ന യാതൊരു പങ്കുകാരനുമില്ല. വഹ്ദഹു ലാ ശരീക ലഹു അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന ആ അടിസ്ഥാന ആശയമാണ് ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും അഫ്ളലായ വാക്ക്, ശ്രേഷ്ഠമായ വാക്ക്. ഞാൻ മാത്രമല്ല വന്നബിയ്യൂന മിൻ ഖബ്ലി എന്റെ മുമ്പ് വന്ന എല്ലാ അമ്പിയാക്കളും പറഞ്ഞ പഠിപ്പിച്ച ആശയങ്ങളിൽ, പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ആശയത്തിന്റെ, ആദർശത്തിന്റെ, തൗഹീദിന്റെ പ്രാധാന്യമാണല്ലോ അത് പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച റബ്ബിനോട് ആവശ്യപ്പെടുന്നു, അബ്ബേ എനിക്കൊരു വചനം നീ നൽകണം, നിന്നെ ഓർക്കാൻ, എന്നോട് ദുആ ചെയ്യാൻ, എന്നോട് പ്രാർത്ഥിക്കാനായി എനിക്കൊരു വചനം നീ നൽകണേ അല്ലാഹ് എന്ന് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്. നബി തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, അല്ലാഹു തആല മൂസാ നബിക്ക് നൽകിയ മറുപടി എന്താ? യാ മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ മൂസാ നീ പ്രഖ്യാപിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, പടച്ച റബ്ബല്ലാതെ ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, സഹായമർപ്പിക്കപ്പെടാൻ, നേർച്ച വഴിപാടുകൾ സമർപ്പിക്കപ്പെടുവാൻ, സുജൂദും റുകൂഉം തവാഫും അടക്കമുള്ള എല്ലാ ഇബാദത്തുകളും അർപ്പിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ആശയമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. മൂസാ നബി അടുത്ത ചോദ്യം, അല്ലാഹുവേ കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് എല്ലാവരും പറയുന്നതല്ലേ, എല്ലാ അടിമകളും പറയുന്ന വാക്കല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് എനിക്കു മാത്രമായി, മറ്റാർക്കുമില്ലാത്ത, നിന്നെ ഓർക്കാൻ, നിന്നോട് പ്രാർത്ഥിക്കാൻ എനിക്കു മാത്രമായൊരു വചനം, ഞാൻ മാത്രം പറയുന്ന, എനിക്ക് സ്വന്തമായൊരു വചനമാണ് ഞാൻ ആവശ്യപ്പെട്ടത് റബ്ബേ എന്ന് പറയുമ്പോ അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നു, യാ മൂസാ ലൗ അന്ന സമാവാതി സബഅ, അല്ലയോ മൂസാ താങ്കൾ മനസ്സിലാക്കേണ്ടത് 7 ആകാശങ്ങളും 7 ഭൂമികളും ആ ആകാശഭൂമികളിൽ വസിക്കുന്ന ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ, എന്തെല്ലാം വസ്തുക്കളുണ്ടോ, ഞാനല്ലാത്ത, പടച്ച റബ്ബല്ലാത്ത ബാക്കി എന്തെല്ലാം പടപ്പുകൾ ലോകത്തുണ്ടോ അതെല്ലാം ഫീ കിഫ, ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ ലമാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചാൽ അവയേക്കാൾ ഭാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകുമെന്ന് അല്ലാഹു തആല മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തുവെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അത്ര മഹത്വമുണ്ട് ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾക്ക് എന്നർത്ഥം. അതുകൊണ്ട് ആ രംഗത്ത് വരുന്ന ചെറിയ പാളിച്ചകൾ പോലും, ചെറിയ വ്യതിയാനങ്ങളും, ചെറിയ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചില പ്രയാസങ്ങളും പോലും നമ്മുടെ മുഴുവൻ കർമ്മങ്ങളെയും നിഷ്ഫലമാക്കാൻ പര്യാപ്തമാണ്. എല്ലാ അമലും ബാത്തിലാവാൻ, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അടക്കമുള്ള എല്ലാ അമലും ബാത്തിലാവാൻ, എല്ലാം തകർന്നടിയാൻ വിശ്വാസമാകുന്ന ജീവൻ, വിശ്വാസമാകുന്ന അടിത്തറ, വിശ്വാസമാകുന്ന അടിവേര് അത് തകരാറ് സംഭവിച്ചാൽ ബാക്കിയെല്ലാം തകർന്നു വീഴും. എത്ര വലിയ വൃക്ഷമാണെങ്കിലും,
പതിറ്റാണ്ടുകൾ പ്രായമുള്ള വൃക്ഷമാണ്. അനേകായിരങ്ങൾക്ക് തലവേകിയതാണ്. ഒരുപാട് പൂവും പഴങ്ങളും കായ്കളും എല്ലാം ഉണ്ടാകുന്നതാണ്. ധാരാളം പക്ഷികൾ കൂടുകൂട്ടിയ മരമാണ്. യാത്രക്കാർ വിശ്രമിക്കുന്ന മരമാണ്. പക്ഷേ അടിവേര് പൊട്ടി ആ മരം ഉണങ്ങാൻ തുടങ്ങി. ഇലകൾ ഓരോന്നായി താഴെ വീണു. അതിന്റെ കായ്കനികളെല്ലാം ഉണങ്ങിപ്പോയി. അവസാനം കൊമ്പും ചുള്ളിയും ഉണങ്ങുന്നു. പക്ഷികൾ പോലും ആ മരം ഒഴിവാക്കി പോകുന്നു. കൂടൊഴിവാക്കി മറ്റൊരു മരത്തിലേക്ക് ചേക്കേറുകയാണ്. നടന്നു പോകുന്ന യാത്രക്കാർക്ക് ആ മരത്തിന് ചുവട്ടിരിക്കാൻ ധൈര്യമില്ല. അവിടെ എത്ര ഒഴിഞ്ഞു മാറി പോവുകയാണ്. ആ മരം വീഴാൻ സാധ്യതയുണ്ട്. ഉണങ്ങിയിരിക്കുകയാണ്. കാറ്റടിച്ചാൽ തകർന്ന് വീഴാൻ സാധ്യതയുണ്ട്. അവിടെ എത്തുമ്പോ ആളുകൾ ഒഴിഞ്ഞു മാറി പോവുകയാണ്. എന്തേ സംഭവിച്ചത്? കൊമ്പും ചുള്ളിയുമുണ്ട്, അതിന്റെ ആ കാണ്ഡമുണ്ട്, അതിന്റെ വടവൃക്ഷമുണ്ട്. പക്ഷേ അടിവേര് ഉണങ്ങി, അടിവേര് പൊട്ടി. അതോടുകൂടി മരം ഉണങ്ങി. ഇനി ഉപകാരമില്ലാതായി മാറി, ഉപയോഗശൂന്യമായി മാറി. അതിൽ കൂടുകൂട്ടിയ പക്ഷികൾ പോലും ആ മരം ഒഴിവാക്കി പോയി. എങ്കിൽ തൗഹീദാകുന്ന അടിവേര് എവിടെയാണോ തകരുന്നത് അവിടെ നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ദിക്റും ദുആഉം സലാത്തും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും അടക്കമുള്ള മുഴുവൻ അമലും ബാത്തിലായി പോകുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിച്ചു. 39-ാം അധ്യായം സൂറത്തുൽ സുമറിലെ 65-ാമത്തെ വചനം, നബിയെ താങ്കൾക്കിതാ ദിവ്യബോധനം നൽകുന്നു, വഹയി നൽകുന്ന നബിയെ നിങ്ങൾക്ക് മാത്രമല്ല നബിയെ തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്കും ഇതേ വഹയി നൽകിയിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കൾക്കും നൽകിയ വഹയാണ്. നബിയെ നിങ്ങൾക്കും നൽകുന്നു അതേ വഹയ്. എന്താണ് ആ വഹയെന്നോ? ലൈൻ അസ്ലക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ താങ്കൾ എങ്ങാനും ശിർക്ക് സംഭവിച്ചാൽ, താങ്കളുടെ വിശ്വാസരംഗത്ത് വല്ല പാളിച്ചയും സംഭവിച്ചാൽ, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ എല്ലാ അമലും ബാത്തിലായി പോകും നബിയെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയെ എന്ന് ഇതാ നിങ്ങൾക്ക് വഹയി നൽകുന്നു. നിങ്ങൾക്ക് മാത്രമല്ല മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാർക്കും ഇതേ വഹയി നൽകിയിട്ടുണ്ട് എന്ന് പടച്ചറബ് പഠിപ്പിക്കുകയാണ്. അമ്പിയാക്കൾ ശിർക്ക് ചെയ്യൂല, നമുക്കറിയാം. മഅ്സൂമികളാണ്, പാപ സുരക്ഷിതരാണ്, തെറ്റ് ചെയ്യാത്തവരാണ്, ഹറാമുകൾ ചെയ്യാത്തവരാണ്, ശിർക്കും കുഫ്റും ഇല്ലാത്തവരാണ്, പടച്ചവന്റെ പ്രത്യേകമായ സംരക്ഷണമേകിയവരാണ്. പക്ഷേ എന്നിട്ട് പോലും ആ പ്രവാചകൻ വിളിച്ചുകൊണ്ടാണ് ഈ ഒരു വാക്കെങ്കിൽ അതിന് ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്താനാണ്, ഉമ്മത്തിനെ അറിയിക്കാനാ. നബിയോട് ഇങ്ങനെ പറയുമ്പോ യഥാർത്ഥത്തിൽ നബിക്കത് പേടിക്കാനില്ല. പക്ഷേ നമ്മൾ എത്ര കണ്ട് പേടിക്കണമെന്ന് നമ്മെ താക്കീത് ചെയ്യാനാണ് ഈ വചനം. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരെ പേരാ പറഞ്ഞത്. 25 അമ്പിയാക്കളെ പേര് 1,00,000 പ്രവാചകന്മാർ വന്നുവെന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. കൃത്യമായി എണ്ണം പറയാൻ സ്വഹീഹായി സ്ഥിരപ്പെട്ട ഹദീസുകളിൽ ആ എണ്ണം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. 1,00,000 അമ്പിയാക്കൾ വന്നുവെന്നാണ് പൊതുവെ അഭിപ്രായം. 1.25 ലക്ഷമെന്നും 2.25 ലക്ഷമെന്നും ഒക്കെ പറയാറുണ്ട്. അല്ലാഹുവിനറിയാം. എങ്കിൽ ഈ അമ്പിയാക്കളെ കൂട്ടത്തിലെ 25 പ്രവാചകന്മാരെ പേരാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. അതിൽ 18 അമ്പിയാക്കളെ പേര് പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ അൻആം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 84, 85, 86 ആയത്തുകളൊക്കെ ഓതി നോക്കിയാൽ കാണാം അമ്പിയാക്കളെ പേരിങ്ങനെ തുടർച്ചയായി പറയുന്ന വചനങ്ങളാണ്. 18 പ്രവാചകന്മാരെ പേര് ആ ഒറ്റ സൂറത്തിൽ പറഞ്ഞു. 86-ാമത്തെ ആയത്തില് ആ അമ്പിയാക്കളെ പാത പിൻപറ്റിയ അവിടെ സഹോദരന്മാർ, സന്താന പരമ്പരകൾ, അവിടെ മാതാപിതാക്കൾ, അവരെയും പരാമർശിച്ചു. ശേഷം 88-ാമത്തെ ആയത്തിൽ പറയാണ് ഈ പറയപ്പെട്ട പ്രവാചകന്മാരാകട്ടെ, അവരെ വിശ്വസിച്ച് കൂടെ കൂടിയ കുടുംബാംഗങ്ങളാവട്ടെ, ആരാണെങ്കിലും ശരി, വലൗ അശ്റകൂ അവരാണ് ശിർക്ക് ചെയ്താലും ശരി, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരൊക്കെ ചെയ്ത അമലുകൾ എല്ലാം ബാത്തിലായി പോകും, എല്ലാം നിരർത്ഥകമായി പോകുമെന്നാണ് അൻആം സൂറയിലെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. 18 അമ്പിയാക്കളെ പേര് പറഞ്ഞ ശേഷം അല്ലാഹു പറഞ്ഞ കാര്യം അതാണ്, അവരാര് ശിർക്ക് ചെയ്താലും അവർ ചെയ്ത അമൽ ബാത്തിലാകും.
അവരാരും ശിർക്ക് ചെയ്യാത്തവരാണ്. എല്ലാവരും അമ്പിയാക്കളാണ്, പാപസുരക്ഷിതരാണ്, മഅ്സൂമികളാണ്, അവരാരും തെറ്റുപറ്റാത്തവരാണ്. എന്നിട്ടും അല്ലാഹ് പറയുന്നു അവരിൽ ആരെങ്കിലും ശിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ അവർ അമൽ ബാത്തിലായി പോകുമായിരുന്നു. കാരണം എന്താ? അടിവേരാണ് ഉണങ്ങുന്നത്, അടിത്തറയാണ് തകരുന്നത്, ഫൗണ്ടേഷനാണ് പൊളിയുന്നത്, ജീവനാണ് നഷ്ടമാകുന്നത്. നല്ല ആരോഗ്യമുള്ള മനുഷ്യരാ, കയ്യും കാലും കണ്ണും കാതുമൊന്നും യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷേ അയാളുടെ ജീവൻ നഷ്ടമായാൽ പിന്നെ എന്തിനാ പറ്റുക? ഈ പറഞ്ഞ വാക്ക് അവസാനിപ്പിക്കാൻ പോലും കഴിയാതെ ജീവൻ നഷ്ടമായാൽ നിങ്ങൾക്ക് മുമ്പിൽ ഈ സ്റ്റേജിലങ്ങ് മലർന്നടിച്ച് വീഴുമെന്നല്ലാതെ പറഞ്ഞു വെച്ച വാക്ക് പോലും പൂർത്തിയാക്കാൻ കഴിയില്ല, ഉയർത്തിയ കൈകൾ താഴ്ത്താൻ പോലും കഴിയില്ല, ധരിച്ച കുപ്പായം അടിക്കാൻ പോലും കഴിയില്ല. എന്തേ സംഭവിച്ചത്? കയ്യിന് കുഴപ്പമില്ല, കാതിന് കുഴപ്പമില്ല, ഒരൊറ്റ അവയവത്തിനും കുഴപ്പമില്ല, പക്ഷേ ജീവൻ നഷ്ടമായി. ഇസ്ലാമിന്റെ ജീവൻ തൗഹീദാണ്, ആദർശ മേഖലയാണ്, വിശ്വാസരംഗമാണ്. അതിൽ തകരാറ് സംഭവിച്ചോ ബാക്കി ഒന്നും പ്രയോജനമില്ല. സ്വഹാബിമാർ ജീവിച്ചുള്ള കാലത്ത് ചില കക്ഷികൾ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു, പടച്ചറബിന്റെ വിധിയൊന്നുമില്ല, കലാകഥയൊന്നുമില്ല. അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല, അല്ലാഹു അങ്ങനെ മുൻ നിശ്ചയമില്ല. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചങ്ങ് വിട്ടു, ഇനി മനുഷ്യന്മാർ ഇഷ്ടമുള്ളത് ചെയ്യും, അവർക്ക് അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അല്ലാഹു തആല മുമ്പേ നിശ്ചയിച്ചിട്ടില്ല. കലാകഥയൊന്നുമില്ല എന്ന വിശ്വാസരംഗത്തെ ഒരു ചെറിയ അപജയം. അള്ളയുണ്ട്, വിശ്വാസമുണ്ട്, തൗഹീദിൽ വിശ്വാസമുണ്ട്, നബിയെ വിശ്വാസമുണ്ട്, മലക്കളെ വിശ്വാസമുണ്ട്, അമ്പിയാക്കളെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ഖിയാമത്തിൽ വിശ്വാസമുണ്ട്. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യമായ ഖദാ ഖദർ, റഹ്മാനായ റബ്ബിന്റെ തീരുമാനത്തിൽ വിധിയിൽ വിശ്വസിക്കുക എന്ന ആ രംഗത്ത് മാത്രമാണ് നിഷേധമുണ്ടായത്. ഖദരികൾ എന്നാണ് അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അത്തരം ആൾ രംഗത്ത് വന്നത് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം അന്ന് ജീവിച്ചിരിപ്പുള്ള കാര്യമാണ്. ഇങ്ങനെ ചില ആളുകൾ ഇറങ്ങി എന്ന് കേട്ടപ്പോ അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്. മദീനയിലേക്ക് ഇറങ്ങി മദീനയിൽ അദ്ദേഹം പരസ്യമായി വിളിച്ചു പറയുകയാണ്, ചില ആളുകൾ ഇതാ അല്ലാഹുവിന്റെ ഖദാ ഖദറിനെ നിഷേധിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് അവരിനി ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി, അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ യുഅ്മിനൂ ബിൽ ഖദരി, അല്ലാഹുവിന്റെ ഖദർ വിശ്വസിക്കാത്ത കാലത്തോളം ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി അത് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ ഖദർ നിഷേധിക്കുന്ന ഒരാള് നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കുക, ഫഇന്ന ഇബ്നു ഉമർ ബരീഉം മിൻഹു വഹും ബുറാഉ മിന്നീ. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് അവരുമായി യാതൊരു ബന്ധവുമില്ല, അവർക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമറുമായും ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചേക്കുക എന്ന് പരസ്യമായി നാട്ടിലേക്ക് ഇറങ്ങി പ്രഖ്യാപിച്ചതാണ് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക. ഈമാൻ കാര്യത്തിന് 5 അംഗീകരിച്ചു, 6ാമത്തേതിൽ മാത്രം തകരാറ് സംഭവിച്ചപ്പോ സ്വഹാബത്ത് പഠിപ്പിച്ചു കൊടുത്തത് ഇത് സ്വീകാര്യമല്ല. ഇനി അവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവർ സ്വതക്ക ചെയ്തിട്ട് കാര്യമില്ല. ഉഹദ് മലയോളം സ്വർണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ശരി സ്വീകാര്യമല്ല. ഖവാരിജ് രംഗത്തിറങ്ങി ഈമാന്റെ വിഷയത്തെ തകരാറ് വന്നത്, ഈമാനുമായി ബന്ധപ്പെട്ട തകരാറ് സംഭവിച്ചത്. ആ തകരാറ് കൊണ്ട് അവർക്ക് തൗഹീദിൽ തെറ്റിയപ്പോ മറ്റുള്ളവരെ തൗഹീദിൽ ചോദ്യം ചെയ്തു. ഖവാരിജുകൾ തൗഹീദ് പിഴച്ചു. അവരെ തൗഹീദ് പിഴച്ചപ്പോ അവര് മനസ്സിലാക്കിയത് മറ്റൊരു തൗഹീദ് ശരിയല്ലാതെ. അങ്ങനെയാണ് സ്വഹാബികളൊക്കെ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് അവർക്ക് പറയേണ്ടി വന്നു. കാരണം സ്വഹാബികളുടെ വിശ്വാസം ശരിയല്ല, സ്വഹാബികൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, അവരെ പിഴച്ചു പോയിട്ടുണ്ട് എന്ന് വാദിച്ച് രംഗത്ത് വന്നതാണ് ഖവാരിജുകൾ. യഥാർത്ഥത്തിലോ അവർക്കാണ് പിഴച്ചത്. പക്ഷെ അവർ മനസ്സിലാക്കി തെറ്റായ തൗഹീദ് അവർ സ്വീകരിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയത് സ്വഹാബികളുടെ തൗഹീദ് പിഴച്ചു. അവരുമായി അന്ന് വാദപ്രതിവാദം നടത്തിയതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വാദപ്രതിവാദം, ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ സംവാദം ഇബ്നു അബ്ബാസ് നിർവഹിച്ചത്. അന്ന് ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബാണ്. ആ 4ാം ഖലീഫയോട് ഇബ്നു അബ്ബാസ് പോയി അനുവാദം ചോദിക്കുന്നു.
ഞാൻ അവരുമായി സംവദിക്കാൻ പോകാം, നിങ്ങൾ അനുവാദം തന്നാൽ ഞാൻ പോകാൻ തയ്യാറാ. അവരെന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. താങ്കൾ ഒരു പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവര് മാന്യതയില്ല, അവരോട് ആരൊക്കെ സംസാരിക്കാൻ പോയിട്ട് കാര്യമില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞല്ല, എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്, അവരുമായി സംസാരിച്ചാൽ അവരിച്ചു പോകും. ഒരു വേട്ടമൃഗത്തെ തുളച്ച് ആ അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ അവർ മതത്തിൽ നിന്ന് പുറത്തു പോകും. നിങ്ങൾ അവരുമായി ഏറ്റുമുട്ടണമെന്ന് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അത് പ്രകാരം അദ്ദേഹം ഏറ്റുമുട്ടിയത്. മുസ്ലിമീങ്ങളാണ് പ്രത്യക്ഷത്തിൽ അവർക്ക് അല്ലാഹുവിന്റെ വിശ്വാസമുണ്ട്, റസൂലിന്റെ വിശ്വാസമുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ നന്മകളുമുണ്ട്. പക്ഷേ വിശ്വാസ രംഗത്ത് ചെറിയ തകരാറ് സംഭവിച്ചപ്പോൾ അവരുമായി സ്വഹാബത്ത്, ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് അടക്കമുള്ള ആളുകൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. എന്തിനേറെ ആയിഷ റളിയല്ലാഹു അൻഹാ അവരടുക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ടിരിക്കുക സംശയം ചോദിക്കുന്നുണ്ട്. ആയിഷ ബിയുടെ സ്ത്രീ ചോദിക്കാണ്, ഉമ്മ എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? എന്താണ് ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിച്ചു വിട്ടാൻ പറഞ്ഞില്ല, നോമ്പ് നോറ്റു വിട്ടാൻ പറഞ്ഞു, എന്താ പത അങ്ങനെയാണ്? ആർത്തവമുള്ള മെൻസസ് ഉള്ള സമയത്തെ നിസ്കാരം വീട്ടണ്ട, നോമ്പ് വീട്ടണം, എന്താ അങ്ങനെ ഒരു ദീന്? അതെനിക്ക് മനസ്സിലാണില്ല. ആയിഷ ബി ഉടനെ ചോദിച്ചത്, നീ ഖവാരിജാണോ? ഉത്തരമല്ല പറഞ്ഞത്. എന്താ നീ ഖവാരിജിൽപ്പെട്ടതാണോ? അവരാണ് ഈ ചോദ്യത്തിന്റെ ആൾക്കാർ. എന്റെ ഹദീസ് എങ്ങനെ, എന്റെ ഈ ആയത്ത് എങ്ങനെ, എന്റെ ഇസ്ലാം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം ആദ്യമായി കൊണ്ടുവന്നത് ഖവാരിജികളായിരുന്നു. സ്വഹാബികൾ അങ്ങനെ ചോദിച്ചിട്ടില്ല. സ്വഹാബികൾ നബി തങ്ങൾ എന്തു പറഞ്ഞാലും സമഇനാ വ അത്വഇനാ എന്ന് പറഞ്ഞവരാ. ഇവരാണ് ആ ചോദ്യം തുടങ്ങിയത്. എന്താ നബി അങ്ങനെ പറഞ്ഞത്, എന്റെ ഹദീസ് അങ്ങനെ ഉണ്ടായത്, ആ ഹദീസ് ആരാ നബിനെ കേട്ടത്? അബൂബക്കർ സിദ്ദീഖ്. എന്നാ പറ്റൂല. ഇത് ഉമർ ഖത്താബ് കേട്ടതാ, എന്നാ ശരിയാവൂല. ഉമർ ഖത്താബ് ആള് ശരിയില്ല, സിദ്ദീഖ് ആള് ശരിയില്ല, അവര് കേട്ടതാണോ? എന്നാ വിശ്വസിക്കാൻ പറ്റൂല. ഈ സഹോദരി, ഈ സ്ത്രീ മാന്യമായി വന്ന് ചോദിച്ച സംശയം. പക്ഷെ ചോദ്യത്തിന്റെ ശൈലി കേട്ടപ്പോ ആയിഷ ബി ചോദിക്ക, എന്താ നീ ഖവാരിജാണോ? അവനെ മറുപടി, അല്ല, ഞാൻ ഖവാരിജല്ല, വലാകിന്നി അസ്അൽ, ഞാൻ പഠിക്കാൻ വേണ്ടി ചോദിച്ചതാ, അല്ലാതെ എനിക്ക് അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മറുപടി കൊടുത്തു. എങ്കിൽ മറുപടി, ഞങ്ങൾ നബിയുടെ കാലത്ത് ഞങ്ങൾക്ക് ആർത്തവം ഉണ്ടാകുമ്പോൾ നബി ഞങ്ങളോട് നിസ്കാരം വീട്ടാൻ പറഞ്ഞിട്ടില്ല, നോമ്പ് വീട്ടാൻ പറഞ്ഞു. അതെന്നെ മറുപടി വേറൊന്നുമില്ല. നബി അങ്ങനെയാ പഠിപ്പിച്ചത്. ഹദീസ് എങ്ങനെയാണ് നബി ഞങ്ങളെ പഠിപ്പിച്ചെങ്ങനെയാണ്, അതാണ് മറുപടി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ അവൾക്ക് പഠിപ്പിച്ചു. അപ്പൊ കണ്ടു, വിശ്വാസ രംഗത്ത് ഒരു ചെറിയ പാളിച്ച് വരുമ്പോഴേക്ക് സ്വഹാബിമാർ ഗൗരവമായി അതിനെ കണ്ടുവെന്നർത്ഥം. കാരണം വിശ്വാസം കൃത്യമാണ്, കണിശമാണ്, അത് പ്രമാണബദ്ധമാണ്. അല്ലാഹും റസൂലും എന്താണോ പഠിപ്പിച്ചത് അതാണ് വിശ്വസിക്കേണ്ടത്. കർമ്മരംഗത്ത് ഗവേഷണമുണ്ട്, ഫിഖഹിന്റെ മേഖലയിൽ ഗവേഷണമുണ്ട്, പുതിയ 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 വിഷയങ്ങൾ ലോകത്തുണ്ടായി വരും. അതിലൊക്കെ എന്തു ചെയ്യണം, അത് ഹറാമാണോ, ഇത് ഹലാലാണോ, ഇത് ചെയ്യാൻ പറ്റുമോ, ആ കച്ചവടം പാടുണ്ടോ, ഈ സമ്പാദ്യം പാടുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ഈ പാനീയം കുടിക്കാൻ പറ്റുമോ, ഈ വസ്ത്രം ധരിക്കാൻ പറ്റുമോ, തുടങ്ങി കർമ്മ മേഖലയിൽ ഒരുപാട് പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണ്ടി വരും. അവിടെയെല്ലാം ഗവേഷണമുണ്ട്. എന്നാൽ വിശ്വാസരംഗത്ത് ഗവേഷണമില്ല. വിശ്വാസരംഗത്ത് ഗവേഷണമില്ല. ആരാധനാ മേഖലയിൽ ഗവേഷണമില്ല. എന്റെ സുബഹി 2 ആയി, എന്റെ ളുഹർ 4 ആയി, എന്റെ മഗ്രിബ് 3 ആയി, ഒരു ഗവേഷണമില്ല. പിന്നെന്താ? അല്ലാഹ് അങ്ങനെ പറഞ്ഞു, റസൂൽ അങ്ങനെ പറഞ്ഞു, അതന്നെ. എന്താ റുകൂഇലിങ്ങനെ കുനിഞ്ഞു നിൽക്കുക, സുജൂദിലോ നിലത്ത് നെറ്റി വെച്ചുകൊണ്ട് കിടക്കുക, എന്താ ഇങ്ങനെ? ഇത് മനസ്സിലാണില്ലല്ലോ. അത് മനസ്സിലാവില്ല. സക്കാത്ത് ചിലത് 2%, ചിലത് 5%, ചിലത് 10%, ചിലത് 20%. അതെന്താ അങ്ങനെ? അതങ്ങനെ തന്നെയാണ്. വീട് വെക്കാൻ വാങ്ങിയ ഭൂമിക്ക് സക്കാത്തില്ല, കച്ചവടം ചെയ്യാൻ വെച്ച ഭൂമിക്കോ സക്കാത്തുണ്ട്. എന്താ 2 ഭൂമിയല്ലോ ചോദിച്ചാലോ? 2 ഭൂമി തന്നെയാണ്. പക്ഷെ അല്ലാഹ് നിശ്ചയിച്ചത് അങ്ങനെയാണ്. തിങ്കളാഴ്ച നോമ്പ് നോറ്റ പ്രത്യേക സുന്നത്താണ്, വ്യാഴാഴ്ച നോമ്പ് നോറ്റ പ്രത്യേക സുന്നത്താണ്. എന്താ ചൊവ്വാഴ്ച നോറ്റാൽ എന്താ ആ സുന്നത്ത് കിട്ടാത്തത്?
തിങ്കളാഴ്ചയും സുബഹി 5:30, ചൊവ്വാഴ്ചയും സുബഹി ബാങ്ക് 5:30, തിങ്കളാഴ്ച ദുഹർ 6:30, ചൊവ്വാഴ്ചയും 6:30, ഒരു മിനിറ്റ് പോലും വ്യത്യാസമില്ല. എന്നിട്ടും തിങ്കളാഴ്ച നോറ്റാൽ സുന്നത്ത്, ചൊവ്വാഴ്ച നോറ്റാലോ ആ സുന്നത്തില്ല. എന്താ ഇങ്ങനെ? അതങ്ങനെ തന്നെയാണ്. അത് ഇബാദത്താണ്. ഇബാദത്തിന് വിശ്വാസ മേഖലയിൽ ഗവേഷണമില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്, നിശ്ചയിക്കാൻ കാരണം എന്താണ് എന്ന് അല്ലാഹു റസൂലും പറഞ്ഞു തന്നാൽ നമുക്ക് സ്വീകരിക്കാം. റമദാൻ മാസം യാത്ര പോവുകയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാം, പിന്നെ നോറ്റാ മതി. നിസ്കാരോ അത് ഒഴിവാക്കി പിന്നെ നിസ്കരിച്ചാൽ മതി പറഞ്ഞോ? ഇല്ല. നിസ്കാരം കസറാക്കാം, നാലുള്ള നിസ്കാരം 2ആക്കി നിസ്കരിക്കാം. നിസ്കരിച്ചോളണം. ഒറ്റ ചോദിക്കുക, തിരിച്ചാണെങ്കിൽ എത്ര സുഖമാണ്. നോമ്പ് പകുതിയാക്കി കസറാക്കുക, നിസ്കാരം നമുക്ക് പിന്നെ നിസ്കരിക്കുക, കുഴപ്പമില്ല എന്നാണെങ്കിൽ എത്ര സൗകര്യം. ഉച്ചവരെ നോറ്റാൽ മതി യാത്രയിലാണെങ്കിൽ, അവിടെ കസറാക്കിക്കോളി എന്ന് പറഞ്ഞാൽ അതല്ലേ ഒരു ആശ്വാസം എന്ന് നമ്മളെ ബുദ്ധിക്ക് ആലോചിച്ചതൊന്നുമില്ല. എന്താ അങ്ങനെ? അത് അല്ലാഹു പഠിപ്പിച്ചത് അങ്ങനെയാണ്. ആരാധനാ മേഖലകളിൽ, ഇബാദത്തിന്റെ വശങ്ങളിൽ, അതേപോലെ വിശ്വാസ കാര്യങ്ങളിൽ ഗവേഷണമില്ല. അത് തൗഖീഫിയാണ്, തഅബ്ബുദിയാണ് എന്നാണ് പറയുക. അഥവാ വഹയിൽ എന്തു വന്നോ അത് സ്വീകരിക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നബിയോട് ചോദ്യമുണ്ടാകുമ്പോൾ വഹി കിട്ടിയിട്ടില്ലെങ്കിൽ നബി ഞങ്ങൾ പറയും ലാ അദ്രി, എനിക്കറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അത് വഹി കിട്ടാതെ പറയാൻ പറ്റൂല. വഹി ലഭിക്കാതെ പറയാവതല്ല. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് കാണാം വയസ്അലൂനക നബിയേ, അവരിതാ നിങ്ങളോട് ചോദിക്കുന്നു നബിയേ, കുൽ പറഞ്ഞു കൊടുക്കുക. ചോദ്യം നബിയോട്, ഉത്തരം ആകാശത്ത്. ചോദ്യം നബിയോട്, പക്ഷെ ഉത്തരം വന്നതോ ആകാശലോകത്ത് വഹയായി വരികയാ. വയസ്അലൂനക അനിൽ അഹില്ല, നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു അനിൽ അഹില്ല, മാസത്തെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച് ചോദിക്കുന്നു. എന്താ ഇതിങ്ങനെ മാറി മാറി വരുന്നത്? ചിലപ്പോ ചെറിയ പൊട്ടാണ്, പിന്നെ വലുതായി വരും, പിന്നെ ഫുള്ളാകും, പിന്നെയും ചെറുതായി തുടങ്ങും, പിന്നെ കാണാനില്ലതാകും, പിന്നെയും രണ്ടാമത് ഉദിച്ചു വരും. എന്താ ഇതിങ്ങനെ? അല്ലാഹു റസൂൽ അന്ന് ഉത്തരം പറയാൻ കഴിയില്ല. ചോദ്യം വന്നു, ഉത്തരമില്ല. പിന്നതാ വഹയി വരുന്നു, നബിയെ താങ്കളോട് അവർ ഹിലാലിനെ പറ്റി ചോദിക്കുന്നു, കുൽ പറഞ്ഞു കൊടുക്കുക. ഹിയ മവാഖിതു ലിന്നാസ്, ജനങ്ങൾക്ക് സമയം നിശ്ചയിക്കാൻ വേണ്ടിയാണ് പടച്ച റബ്ബ് അതിനെ അങ്ങനെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അത് നബി പറഞ്ഞു. അപ്പൊ ചോദ്യം നബിയോട്, ഉത്തരം അവിടെ. എത്ര സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം വയസ്അലൂനക വയഖൂലൂന ويقولون متى هذا الوعد إن كنتم صادقين. അവർ ചോദിക്കുന്നു എപ്പോഴാ ഖിയാമത്ത്? കുറെ ആയല്ലോ പറയുന്നു ഖിയാമത്ത് ഉണ്ടാകുന്നു, ഇത് എപ്പോഴാ ഉണ്ടാകുക? ആ സമയമൊന്ന് പറയാൻ പറ്റുമോ? എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞത്? വയസ്അലൂനക അനിസ്സാഅ അയ്യാന മുർസാഹാ, അവർ ചോദിക്കുന്നു നബിയെ ഖിയാമത്തിനെ പറ്റി. അയ്യാന മുർസാഹ, നിശ്ചയിക്കപ്പെട്ട സമയം എപ്പോഴാ, എന്നാണ് ഇതുണ്ടാവുക എന്ന് ചോദിക്കുന്നു. ഫീമ അൻത മിൻ ദിക്റാഹാ, നബിയെ താങ്കൾ അതേക്കുറിച്ച് എന്തു പറയാനാണ്? അതിന് ഉത്തരമില്ല. അത് ഉത്തരം പറയാൻ കഴിയില്ല. എന്തു പറയാനാ അതേക്കുറിച്ച്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു മനുഷ്യരൂപത്തില്, നബി ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ഉമർ ഖത്താബ് പറയാ, ഞങ്ങൾ നബിയുടെ കൂടെ പള്ളി വിരിക്കുകയാണ്. ഒരാൾ കയറി വരുന്നു, നല്ല വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അയാളെ മുടിയായി നല്ല ശക്തമായ കറുപ്പുള്ള മുടിയാണ്. ഞങ്ങൾക്ക് ആർക്കും ആ മനുഷ്യനെ പരിചയമില്ല. ദീർഘമായ ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് ഏതോ അന്യനാട്ടിൽ നിന്ന് വന്നൊരാളല്ല. കാരണം യാത്രാക്ഷീണം അയാളിൽ കാണുന്നുമില്ല. ഒരു അന്യനാട്ടുകാരാണെങ്കിൽ യാത്രാക്ഷീണം കാണണം. ഈ നാട്ടുകാരാണെങ്കിലോ ഞങ്ങൾക്ക് അയാളെ പരിചയം ഉണ്ടാകണം. എനിക്ക് പരിചയവും ഇല്ല, യാത്രാ ക്ഷീണവുമില്ല, നല്ല വെളുത്ത വസ്ത്രം, നന്നായി കറുത്ത മുടി. അങ്ങനത്തെ ഒരാൾ കയറി വന്നു, നബിയുടെ മുമ്പിൽ വന്നു, സലാം ചൊല്ലി. എന്ന് നബി ഞങ്ങളുടെ മുമ്പിൽ അവിടെ ഇരുന്നു. തന്റെ മുട്ടിൻകാലുകൾ നബിയുടെ മുട്ടിൻകാലുമായി ഒട്ടിച്ചുകൊണ്ടിരുന്നു. തന്റെ കൈകൾ നബി ഞങ്ങളുടെ തുടയിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. യാ മുഹമ്മദ് എന്നാ വിളിക്കുന്നത്. ഉമർ ഖത്താബ് ഞങ്ങൾ അത്ഭുതപ്പെട്ട്, സ്വഹാബികളാരും യാ മുഹമ്മദ് വിളിക്കലില്ല. യാ റസൂലുള്ളാഹ്, യാ ഹബീബല്ലാഹ് എന്ന് വിളിക്കാന്നല്ലാതെ യാ മുഹമ്മദ് എന്ന് സ്വഹാബികൾ വിളിക്കലില്ല. അഖ്ബിർനീ അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരൂ. അപ്പൊ നബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇസ്ലാം കാര്യം 5 എണ്ണങ്ങൾ എണ്ണി പറഞ്ഞു കൊടുക്കുക.
ഉത്തരം കേട്ടപ്പോ ഇയാൾ പറയാ സ്വതക്കത്ത, പറഞ്ഞ ഉത്തരം ശരിയാണ്. അജിബിനാലഹു, ഞങ്ങൾക്ക് ആ കാര്യം ഏതാപ്പ ഇയാള് ചോദ്യം ചോദിക്കുക, ഉത്തരം കേൾക്കുമ്പോ ശരിയാന്ന് പറയാം. അപ്പൊ ഇയാൾക്ക് ഉത്തരം ആദ്യം അറിയണ പോലെയാണല്ലോ, അല്ലാതെ പറയാൻ പറ്റുന്നത്. ആരാണ് ഇയാൾ? ഒരു പിടുത്തില്ല. അത് കഴിഞ്ഞ് ഈമാനെപ്പറ്റി ചോദിച്ചു, പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം, എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക, ലോകമെന്ന് അവസാനിക്കുക? മറുപടി എന്താ? മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ. ചോദിച്ച ആളേക്കാൾ ചോദിക്കപ്പെട്ട ആൾക്ക് അതിന് വിവരമില്ല. ചോദിച്ച നിങ്ങൾക്ക് എന്താ അറിയോ? അതേ എനിക്കറിയുള്ളൂ, അതിനപ്പുറത്ത് എനിക്കൊന്നും അറിയില്ല. എല്ലാം കഴിഞ്ഞ ആള് പോയി. സഹാബികൾ അന്നം മുട്ടി ഏതാണ് പിടുത്തില്ല. പള്ളിയിലാണ് പോയി. നബി തങ്ങൾ ചോദിച്ചു, അത് ആരാ നിങ്ങൾക്കറിയുമോ? ഞങ്ങൾക്കറിയാം, അല്ലാഹു റസൂലുഹു അഅലം. നബി തങ്ങൾ പറഞ്ഞെടുത്തു, ഹാദാ ജിബ്രീൽ അതാകും ലിയുഅല്ലിമകും ദീനകും. ഇത് ജിബ്രീലാണ് അലൈഹിസ്സലാം. അതാകും ലിയുഅല്ലിമകും ദീനകും, നിങ്ങളെ ദീൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ നിങ്ങൾ ചോദിക്കുക, ഞാൻ അങ്ങനെ പറയാ, സഹാബികൾ കേൾക്കുക. ഒരിക്കൽ പറഞ്ഞു. ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ ആ ഹദീസ് പ്രസിദ്ധമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മാത്രം ഒരു വലിയ ബൃഹത്തായ കിതാബ് എഴുതി, ശറഹു ഹദീസ് ജിബ്രീൽ. കിതാബിന്റെ പേര് ശറഹു ഹദീസ് ജിബ്രീൽ. ഹദീസ് ജിബ്രീലിന്റെ വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് 1000-ലേറെ പേജുള്ള ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കിതാബ് എഴുതി. ശറഹു ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഗ്രന്ഥം എഴുതുന്നു. അപ്പൊ കണ്ടോ സഹോദരൻ, പറഞ്ഞു വന്നത് അവിടെ ചോദ്യമാണ്, എപ്പോഴാണ് ഖിയാമത്ത്? മറുപടി എന്താ? അറിയില്ല. എന്റെ അറിയില്ല എന്ന് മറുപടി പറഞ്ഞത് അത്തരം വിഷയങ്ങളിൽ ആലോചിച്ചും ചിന്തിച്ചും സ്വന്തമായി പഠിച്ചും ഗവേഷണം ചെയ്തും പറയാൻ പറ്റുന്ന കാര്യമല്ല. അല്ലാഹു തആല എന്താണോ അറിയിച്ചത്, എന്താണോ വഹിയായി ലഭിച്ചത്, അതേ പറയാൻ സാധിക്കുള്ളൂ. അതിനപ്പുറം പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇബാദത്തിന്റെ കാര്യത്തിൽ വിശ്വാസ മേഖലയൊക്കെ സ്വന്തമായി ആലോചിച്ചുണ്ടാക്കി പറയാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ പുതിയൊരു കച്ചവടം വരിക, നാട്ടിൽ പുതിയൊരു ഉൽപ്പന്നം വരികയാണ്. ആ ഉൽപ്പന്നം പറ്റുമോയില്ലേ, ആ കച്ചവടം പറ്റുമോയില്ലേ, അത് അന്ന് ഹദീസിലുണ്ടാവോ? ഉണ്ടാവൂല. അന്ന് ഹദീസിലുണ്ടാവില്ല. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരിക, അന്ന് ഹദീസിലുണ്ടാകുമോ? നെരുക്ക് നേരമുണ്ടാവില്ല. ചന്ദ്രനിലേക്ക് യാത്ര പോകുക മനുഷ്യൻ പാലിക്കാൻ. നമ്മൾ സാധാരണ റമദാൻ മാസം ആയോ ഇല്ലേ നോക്കാൻ എന്താ ചെയ്യാ? മാസം കണ്ട് നോക്കാം. ഇപ്പം പോണത് മാസത്തിനുള്ളിൽ ഓൻ ചോദിക്കാം, അവിടെ എത്തിയ എങ്ങനെ ഇപ്പൊ ഞാൻ റമദാൻ മാസമായി തീരുമാനിക്കാം? ഓൻ പോയത് അതിൻ്റെ ഉള്ളിൽ. മാസം കണ്ടാൽ റമദാനിലേക്ക് പ്രവേശിക്കാം, മാസം കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കാം. ഇവനുള്ളതോ ചന്ദ്രന്റെ ഉള്ളിലാ. പോകുമ്പോ ഫത്വ ചോദിക്കാം, ഞാൻ 2 മാസത്തിൽ ചന്ദ്രനിലേക്ക് ട്രിപ്പ് ഉണ്ട്, ഇത് 2 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ എങ്ങനെ ഇപ്പൊ റമദാൻ മാസം കാണുന്നു ഞാൻ തീരുമാനിക്കാം? അവിടുത്തെ ഭൂമി കണ്ടാൽ മതിയോ, അല്ല മറ്റേ സംവിധാനം ഉണ്ടോ എന്ന് ചോദ്യം വരൂല. അടുത്ത കാലത്ത് അതിന് വരും. നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് ടൂർ പോകും ചന്ദ്രനിലേക്കൊക്കെ ചെയ്യുമ്പോ. അപ്പൊ ഈ ചോദ്യം വരും. അതൊന്നും ഇപ്പൊ നബിയുടെ കാര്യത്തിലില്ല, ഹദീസില്ല എന്ന് പോകാൻ പറ്റില്ല. അതിന് ഉത്തരമുണ്ട് ഇസ്ലാമിൽ. അത് ഗവേഷണം ചെയ്യും പണ്ഡിതന്മാർ. അന്ന് പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ വക കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. അവിടെ ഗവേഷണമുണ്ട്. എല്ലാ ഇബാദാത്തിൽ ഗവേഷണമില്ല, വിശ്വാസ മേഖല ഗവേഷണമില്ല. അത് രണ്ടും എന്താണോ വഹ്യായി വന്നത് അത് അതേപടി സ്വീകരിക്കുക. അപ്പൊ ഈ കോവിഡ് കാലത്ത് വന്നില്ലേ ഓൺലൈൻ നിക്കാഹ്, വാപ്പ ഒരു നാട്ടില്, മറ്റൊരു നാട്ടില്, ഭാര്യ വേറൊരു നാട്ടില് നിക്കാഹ് ചെയ്യണം. എന്താ ചെയ്യാ? ഓൺലൈൻ നിക്കാഹ് പറ്റുമോയില്ലേ? ചർച്ച വന്നില്ല. അവയവദാനം ഇക്കാലത്ത് വ്യാപകമായ കാര്യമാണ്, ചർച്ച നടക്കുന്നത്. ദാനം ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ അവയം കൊടുക്കാൻ പറ്റും, മരണശേഷം കൊടുക്കാൻ വേണ്ടി രേഖപ്പെടുത്തി വെക്കാൻ പറ്റുമോ, അത് ആർക്ക് കൊടുക്കാൻ പറ്റും, ആർക്ക് വാങ്ങാൻ പറ്റും? നീ വേണ്ട, കണ്ണ് ദാനം ചെയ്തു, ആ കണ്ണൊരുത്തൽ വെച്ചു പിടിപ്പിച്ചു, ഓനെ കാഴ്ച തിരിച്ചിട്ട് പിന്നെ ഓൻ കണ്ടതൊക്കെ ഹറാമാണ്, ഇതിനെ കുറ്റം ആർക്കാ കിട്ടുക?